ഇത് തീരുന്നില്ല. കാണ്ടായിട്ട് ഇവിടുന്ന് ആക്ച്വലി ഇത് അന്ന് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ മേടിച്ചത്. കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുത്ത് മേടിച്ചാൽ. എൻ്റെ കൈ പൈസ ഇല്ലാതെ എനിക്ക് ലോൺ മാക്സിമം തരുന്നതുകൊണ്ട് 15 ലക്ഷമോ എൻ്റെ തരത്തുള്ള എൻ്റെ സിബിക്കും കുബിക്കും ഒന്നും വന്നില്ലല്ലോ. അത് വെച്ചിട്ട് അപ്പോൾ അളിയനോട് പറഞ്ഞ് അളിയൻ മേടിച്ചു. പിന്നെ അളിയൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു. കാര്യം മോൾക്ക് അതിൻ്റെ അഡ്മിഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു. അങ്ങനെ ഇത് സുനിതയുടെ പേരിലാണ് അന്ന് മേടിച്ചത്. പിന്നെ മറ്റേ പ്ലോട്ട് അളിയൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ എൻ്റെ പേര് മേടിച്ചു. ഇത് ഇങ്ങനെ വന്നിട്ട് എല്ലാം ജീച്ചാനാണ് കംപ്ലീറ്റ് കൃഷിയും അതിൻ്റെ എല്ലാം അതിൻ്റെ മോട്ടറും ഒക്കെ വെച്ചെല്ലാം പാവം മനുഷ്യനിപ്പോൾ ഭയങ്കര ഡൈനാമിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിൽക്കുക വരെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം വാഴയൊക്കെ അവിടെ ഇവിടെ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നു. കിട്ടാവുന്ന എല്ലാം എടുത്തുകൊണ്ട് പോകണം. ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വാടാ, അവിടെ നിന്നൊരു പഴമെങ്കിലും തിന്നണമെന്ന്. ഏതാണ്ടൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്, എനിക്കറിയത്തില്ല. അപ്പം ഇതുവരെ ആയിരുന്നു ഈ കല്ല് ഞാനിട്ട സർവേ കല്ലുകൾ മാറ്റണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, ഈ കല്ല് വരെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനാ മേടിച്ചല്ലോ ഇത്. അപ്പോൾ ഇതിൽ അച്ഛൻ പറഞ്ഞു, ഇതുണ്ടല്ലോ ഇവിടെ നിന്ന് ഓർത്ത് പിടിച്ചുള്ള ഇത്ര ഏരിയ അതെനിക്ക്, ബാക്കിയുള്ള ജിച്ചാന് എന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ പമ്പ് ഹൗസും കിണറും എല്ലാം കൂടെ ജിച്ചാൻ്റെ പേരില്ല. അവിടെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഈ മണിയന്മാരൊക്കെ പറഞ്ഞ് വെച്ച് തെങ്ങെല്ലാം പാവം വെട്ടിക്കളഞ്ഞു. എന്നാ ഗുണാപ്പാ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു തേങ്ങയില്ല, ഒരു ഒന്നുമില്ല. ചുമ്മാ മനുഷ്യൻ ഇവിടെ വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ 10-600 തേങ്ങ കിട്ടുമായിരുന്നു. എണ്ണ കേട്ടാണെങ്കിലും കൊടുത്താലും വരുന്ന പെട്രോളെങ്കിലും ലാഭമായിരുന്നു. ഇന്നിപ്പോൾ 100 തേങ്ങ. ബാക്കി പിന്നെ ഇടാം, ഞാൻ കോൾ വരുന്നു.